ഹായ്, നമുക്കിന്നൊരു ബനാന കേക്ക് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു ഏത്തപ്പഴം, മൈദ, മുട്ട, ഷുഗർ പൗഡർ, ബേക്കിംഗ് പൗഡർ, പിന്നെ കുറച്ച് ഈന്തപ്പഴം നമുക്ക് ജ്യൂസിലിട്ട് വയ്ക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് അര കപ്പ് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഷുഗർ പൊടിച്ചപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ഏലക്കയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ചായക്കടിയായിട്ടല്ല ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വാനില എസൻസ് ചേർത്തില്ല. പകരം ഒരു ഏലക്ക ഇട്ടാണ് ഷുഗർ പൊടിച്ചത്, ആ എഗ്ഗിന് മണമൊക്കെ പോകാനായിട്ട്. ഇനി ഷുഗർ പൗഡർ നന്നായിട്ട് ഇതിലേക്ക് ബീറ്റ് ചെയ്ത് ചേർക്കാം. നന്നായിട്ട് ഇപ്പോൾ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടിപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ബേക്കിംഗ് പൗഡറും മൈദയും കൂടി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് നമുക്കിതിലേക്ക് കുറേശ്ശെ വീതം ചേർത്ത് കൊടുത്ത് ലോ സ്പീഡിലിട്ട് നിന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്താൽ ഇത് നമുക്ക് നല്ല സ്പോഞ്ചായിട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിലേക്ക് നമുക്കിനി നമ്മൾ ജ്യൂസിലിട്ട് വെച്ചിരിക്കുന്ന ഈന്തപ്പഴത്തിൻ്റെ ആ മിക്സ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമുക്ക് ബട്ടർ തേച്ച് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ഇത് മാറ്റാം. എന്നിട്ടൊരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ ബനാന കേക്ക് ഇപ്പോൾ റെഡി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഈ ബനാന കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.